stand here in this stage because synthesis എന്ന് പറയുന്നത് എന്താ പറയുക, ഒരു വികാരമാണ് എന്നെ സംബന്ധിച്ചോളം. ബിക്കോസ് ഞാൻ പഠിച്ചത് സെന്റ് ആൻഡ്രൂസ് ഒരു കോൺവെന്റിലാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് തന്നെ ഞാൻ ചെറുപ്പം മുതൽ സെന്റ് തെരേസസ് എന്ന് പറയുന്ന ഒരു സ്കൂൾ ഉണ്ടായിരുന്നു, ഗേൾസ് സ്കൂൾ. സോ ഞാൻ ഒരു ബോയ്സ് സ്കൂൾ പഠിക്കുമ്പോൾ നമ്മളെ ഫ്രണ്ട്സ് ഗേൾ ഫ്രണ്ട്സ് ഒക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ സെന്റ് തെരേസസ് എന്നുള്ള പേര് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു പേരാണ്. സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ടു ബി ഹിയർ. ഇവിടെയുള്ള എല്ലാ ആൾക്കാരുടെയും വൈബും എനർജിയും കാണുമ്പോൾ എനിക്ക് മനസ്സിലാവും ഇവിടെ എല്ലാ ആൾക്കാർക്കും അവരുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാൻ പറ്റിയ ഒരു വേദിയാണ് സെന്റ് തെരേസസ്. അതുപോലെ എൻ്റെ ഒരു സ്വപ്നവുമായിട്ടാണ് ഞാൻ ഈ കോളേജിലേക്ക് വന്നത്. സോ ധീരം എന്നുള്ള സിനിമ എൻ്റെ ആദ്യ സിനിമയാണ്. അപ്പോൾ ആ സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് അനൗൺസ്മെന്റ് ഇതുപോലെ ഒരു ക്വീൻസ് അവരുടെ കൂട്ടത്തിൽ അനൗൺസ് ചെയ്യാൻ പറ്റിയതിൽ എനിക്ക് സന്തോഷമുണ്ട്. ബിക്കോസ് ഇന്നത്തെ ദിവസത്തിന് വളരെ പ്രത്യേകതയുണ്ട്. കാരണം നിങ്ങളെല്ലാവരും നിങ്ങളുടെ വീട്ടിൽ ഒരു രാജകുമാരി ആയിരിക്കും. എനിക്കും ഒരു രാജകുമാരി ഉണ്ട്, എൻ്റെ ഒരു മോള്. അവളുടെ പിറന്നാളാണ്. അത് കാരണം തന്നെ അങ്ങനെ ഒരു ദിവസം ഈ കോളേജിൽ നിങ്ങളുടെ കൂടെ വന്ന് ഇന്ററാക്ട് ചെയ്യാൻ പറ്റുന്നൊരു സന്തോഷം. ധീരം എന്നുള്ള സിനിമ ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് ജോണറിലുള്ള ഒരു സിനിമയാണ്. ഒരു നോർമൽ ഇൻവെസ്റ്റിഗേഷൻ സിനിമയെ അപേക്ഷിച്ച് ഈ സിനിമയിലെ ചില ഒരു വ്യത്യാസമായ ഒരു സംഭവമുണ്ട്. ത്രില്ലറായതുകൊണ്ട് തന്നെ എനിക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റുന്നില്ല. ബട്ട് ഇതുപോലെ ഒരുപാട് ബോൾഡായ രാജകുമാരികളുടെ സിനിമ ആണ് ധീരം. അത് എനിക്ക് സിനിമ കണ്ടാൽ മനസ്സിലാവും. സോ ഡെഫിനറ്റ്ലി നിങ്ങൾ എല്ലാവരും ധീരം എന്ന സിനിമ December 5th ഞങ്ങൾ ഒഫീഷ്യലി തിയേറ്ററിലേക്ക് വരുന്നത്. അപ്പം എല്ലാവരും ഈ സിനിമ കാണണം, സപ്പോർട്ട് ചെയ്യണം. ആൻഡ് ഞങ്ങൾ ഈ വേദിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത ഈ കോളേജ് പ്രിൻസിപ്പളിനും ഫസ്റ്റ് ഓഫ് ഓൾ ദൈവനോട് നന്ദി പറയുന്നു. ജിതേട്ടൻ പറഞ്ഞ പോലെ തന്നെ സ്വപ്നമാണ്. ദിസ് ഇസ് പ്രൈം മോസ്റ്റ് ഡ്രീം ഓഫ് ലൈഫ്. ഇതുപോലെ പ്രൊമോഷൻ കോളേജിലേക്ക് വരിക, ഇത്രയും നല്ലൊരു ക്രൂവിൻ്റെ കൂടെ വർക്ക് ചെയ്യുക എന്ന് പറയുന്നത് സത്യം പറഞ്ഞാൽ എൻ്റെ ഡ്രീം കം ട്രൂ ആണ്. ആൻഡ് എല്ലാവരും പോവുക, ആർട്ടിസ്റ്റ് എല്ലാവരും അത്രയും അടിപൊളി ആൾക്കാരാണ്. എനിക്ക് അറിയില്ല, ഐ ഡോണ്ട് നോ ഹൗ ടു എക്സ്പ്ലെയിൻ ഹൗ എക്സൈറ്റഡ് I am. Thank you so much. Thank you Jinata for having me on the dream. Thank you so much Teresa. Thank you so much എല്ലാവരും സിനിമ കാണാൻ December 5th. I think എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്, കാണാൻ മനസ്സിലാവും. Thank you so much. The one thing that everybody says when they come, and any guest comes to our school or college, is that the kind of energy that we girls have cannot match any other group, right? You want to hear all the girls say yes. But thank you so much. Truly, truly honored to come here, stand in front of you with the entire team of Veeram. ഒരുപാട് സന്തോഷമുണ്ട് because in fact കുറേ നാള് കഴിഞ്ഞാൽ എൻ്റെ ഒരു മലയാള പടം റിലീസ് ആവുന്നത്. And everybody keeps asking me when are we going to see even another Malayalam film, and I'm so proud to say Veeram on December 5th is going to be my next, and we have all worked extremely hard on this film. And like Jitin said, it's very different from the other thrillers that you see. So we are so happy in fact to start our promotions with this college. This is the very first promotion event of ours, and we couldn't have been more excited to start off from here with the kind of energy, the love and the affection that you guys have. We're truly, truly grateful and honored. And I just want to say I had a phenomenal experience working with all of them. They're all wonderful, talented people, and you will see that on screen on 5th of December. Please love and support our film. Do watch it. You are not going to be disappointed. Thank you for having us here, giving you all lots of love. ഞാൻ പഠിച്ചത് ഇപ്പോൾ സ്കൂളാണ് പഠിച്ചത്. +2 കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ഇത്രയും നല്ല രസമുള്ള കാര്യം കാണാൻ പറ്റിയതിൽ ഒത്തിരി സന്തോഷം. ഞാൻ ഈ പണി തോന്നുന്ന സിനിമ കഴിഞ്ഞതിന് ശേഷം ചെയ്യുന്ന ഒരു സിനിമയാണ് ധീരം എന്ന് പറയുന്ന പടം. അപ്പോൾ ഈ പടത്തിന് പണിക്കുന്നതോട് സപ്പോർട്ട് ധീരം എന്ന് പറഞ്ഞ സിനിമയ്ക്ക് എല്ലാവരും തരുന്നതിന് വിചാരിക്കുന്നു. അപ്പോൾ December 5 നിങ്ങളുടെ സിനിമ മാത്രമല്ല ധീരം പറഞ്ഞ നല്ലൊരു ഡയറക്ടറും അന്നൊരു ലോഞ്ചിങ്ങാണ്. അപ്പോൾ എല്ലാവരും നമ്മുടെ കൂടെ തന്നെ സപ്പോർട്ട് ചെയ്യില്ലേ. താങ്ക് യു. അടിപൊളി. താങ്ക് യു. Promotion, the cinema Simon Daniel, and that also we had amazing cast.
എല്ലാവർക്കും നമസ്കാരം. ഒരു ഫാമിലി എന്ന നിലയ്ക്ക് ഞങ്ങൾ ഒരുപാട് ആത്മബന്ധം പുറത്തുന്ന ഒരു കോളേജാണ് എൻ്റെ വൈഫ് പൂർണ്ണിമ ഇവിടെ പഠിച്ചുകൊണ്ടിരുന്ന കാലത്താണ് ഞാൻ പൂർണ്ണിമ പരിചയപ്പെടുന്നത്. ഇപ്പൊ എൻ്റെ മോളിവിടെ പഠിക്കുകയാണ്. അപ്പോൾ ഇറ്റ്സ് വെരി ഡീപ് ആൻഡ് ഐ മീൻ എവ്രി വൺ വീട്ടിലാണെങ്കിലും ഞാൻ ഇതിന് മുമ്പ് 2-3 പ്രാവശ്യം കോളേജിൽ വന്നിട്ടുണ്ട്. റീസെൻ്റ്ലി ആണ് തോന്നുന്നു, കുറച്ച് കാലമായി. പക്ഷേ എപ്പോഴും വീട്ടിൽ സംസാരിക്കുന്ന ഒരു ടോപ്പിക്കാണ് സെൻറ്റ് തെരേസാസ് കോളേജ്, ഇവിടുത്തെ ഈവൻസ്, ഇവിടെ പഠിച്ചിരുന്ന കാലം. അപ്പോൾ ഒരുപാട് കഥകൾ ഈ കോളേജിനെ കുറിച്ച് എനിക്കറിയാം. അപ്പോൾ മെനി വേസ് ഇന്നിവിടെ ഈ ഒരു പഠനത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി ഇവിടെ എത്തി ഇതിനോടൊപ്പം കുറച്ച് സമയം കൊണ്ടുവരാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ആൻഡ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു ഇൻവെസ്റ്റിഗേറ്ററാണ് ഇവിടെ ജിതിൻ സൂചിപ്പിച്ച പോലെ. പക്ഷേ ഇവരാണ് ഈ സിനിമയുടെ ഏറ്റവും വലിയ പ്രത്യേകത. കാരണം ഇത്രയധികം ഫീമെയിൽ ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടേഴ്സ് ഒരു ഇൻവെസ്റ്റിഗേറ്റീവ് എനിക്ക് തോന്നില്ല അടുത്ത കാലത്ത് മലയാള സിനിമയിൽ ഉണ്ടായിട്ടുള്ളത്. ബിക്കോസ് ഇതിന് മാത്രമല്ല ഇനിയുണ്ട് കുറച്ച് ഫീമെയിൽ ആക്ടേഴ്സ്, അതിൽ ചിലപ്പോൾ ഇവിടെ എത്താൻ സാധിച്ചിട്ടില്ല. ഒരുപാട് ഇമ്പോർട്ടൻറ്റ് ഇൻറ്റൻസ് ക്യാരക്ടേഴ്സ് കൈകാര്യം ചെയ്തിരിക്കുന്നത് ഫീമെയിൽ ആക്ടേഴ്സാണ്. ആൻഡ് ദാറ്റ്സ് എ വണ്ടർഫുൾ തിങ് ആൻഡ് ദാറ്റ്സ് വെരി ഡിഫറെൻറ്റ്. ദാറ്റ് ഇസ് ദ നമ്പർ വൺ ഡിഫറൻസ് ഫ്രം വാട്ട് അതർ ഫിലിംസ് ആർ. ആൻഡ് ഡെഫിനറ്റ്ലി നമുക്കറിയാം ഇൻഡസ്ട്രിയിലേക്ക് ഫിലിം എന്ന് പറയുമ്പോൾ അതൊരു കഥ പറയുന്ന രീതി ഒരു കോമൺ ടെംപ്ലേറ്റ് എല്ലാ സിനിമകളിലും ഉണ്ടാവും. കുറച്ച് കൊലപാതകങ്ങൾ നടക്കുന്നു, അതൊരു ഇൻവെസ്റ്റിഗേഷൻ പാരലൽ പോകുന്നു. പക്ഷേ ധീരം എവിടെയാണ് ഡിഫറെൻ്റ് ആണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ കാണിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ അത് പ്രസന്റ് ചെയ്യുന്ന രീതി വിഷ്വലി വളരെ ഡിഫറെൻ്റ് ആണ്. ആൻഡ് ഇതിൻ്റെ ബാക്ക് സ്റ്റോറി, ഇതിൻ്റെ കാരണം, എന്തുകൊണ്ടാണ് ഇത് സംഭവിച്ചത്, അല്ലെങ്കിൽ ആരൊക്കെയാണ് എന്ന് പറയുന്ന ഒരു കഥ എനിക്ക് തോന്നുന്നില്ല മലയാളി പ്രേക്ഷകർക്ക് വളരെ സുരക്ഷിതമായ ഒരു മേഖലയാണ് എനിക്ക് തോന്നുന്നില്ല. ഇറ്റ്സ് വെരി നമുക്ക് ഈ സിനിമയിൽ നമ്മളൊരു കുറേ സോഷ്യൽ ഇഷ്യൂസിനെ കുറിച്ച് പറഞ്ഞു വയ്ക്കുന്നുണ്ട്. പ്രത്യേകിച്ച് എൻ്റെ യുവാക്കളുടെ നമ്മൾ നേരിടുന്ന ഒരുപാട് സോഷ്യൽ ഇഷ്യൂസിനെ ചൂണ്ടിക്കാണിക്കുന്ന സിനിമ കൂടിയാണ് ധീരം. അത് കാരണം ബാധിക്കപ്പെടുന്ന യുവാക്കൾ എന്നാൽ ഇൻഡയറക്ട്ലി ബാധിക്കപ്പെടുന്ന മറ്റു ചില ആൾക്കാർ, അങ്ങനെ ഒരുപാട് പേരുടെ കഥ പറയുന്ന ഒരു സിനിമയാണ് ധീരം. സോ വി ട്രൈ ടു മേക്ക് വെരി എന്റർടൈനിങ് ഫോർ യു ഓൾ. വളരെ ഡിഫറെൻ്റ് ആയിട്ട്, വളരെ കൺവിൻസിംഗ് ആയിട്ട്, വളരെ എൻഗേജിംഗ് ആയിട്ട് സിനിമ ഒരുക്കാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്. ഇവിടെ എല്ലാവരും സൂചിപ്പിച്ചതുപോലെ റിലീസിംഗ് ഓൺ December 5th. തന്നെയല്ല ഇതിനെപ്പോലെ തന്നെ ഒരുപാട് ടെക്നിക്കൽ ടൂറിൽ ഒരുപാട് ആൾക്കാർ, പുതിയ ആൾക്കാരാണ്. അവരുടെയൊക്കെ ആദ്യത്തെ സിനിമയാണ് ധീരം. സോ ഡെഫിനറ്റ്ലി ആസ് എ ഗ്രൂപ്പ്, ആസ് എ കോളേജ്, വി എക്സ്പെക്ട് യുവർ സപ്പോർട്ട് ഫോർ ദിസ് ഫിലിം. എല്ലാവരും ഈ സിനിമ December 5th റിലീസ് ചെയ്യുമ്പോൾ തിയേറ്ററിൽ തന്നെ പോയി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. സപ്പോർട്ട് ചെയ്യാൻ അഭ്യർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്. common emotions.
here to be a part of this group called Dhiren. And I am playing a vital character, and I can't much reveal about it. So I'm very happy. Thank you so much, director, Indrajit sir, and the whole team of Dhiren. Thank you so much.